الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فلولا كان من القرون من قبلكم أولو بقية ينهون عن الفساد في الأرض إلا قليلا ممن أنجينا منهم واتبع الذين ظلموا ما أترفوا فيه وكانوا مجرمين وما كان ربك ليهلك القرى بظلم وأهلها مصلحون. സത്യവിശ്വാസികളെ വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കാനായി പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച സഹോദരങ്ങൾക്ക് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറുകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതു സമയത്തെപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലെ 116, 117 ആയത്തുകളാണ് ഓതി വെച്ചത്. ഏതു ഘട്ടത്തിലും സത്യവിശ്വാസി പാലിക്കേണ്ടുന്ന ചില അടിസ്ഥാന പാഠങ്ങളെയാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാട് മുഴുവൻ വ്യത്യസ്തങ്ങളായ ബഹളങ്ങളും തിരക്കുകളും കൊണ്ട് നിബിഡമാണ് ഇന്നത്തെ ഈ ചുറ്റുപാടിൽ. തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ് എല്ലാ മുക്കുമൂലകളിലും. കുടുംബ സാമൂഹ്യ ഇടങ്ങളിലുമെല്ലാം ഇന്ന് ചർച്ചയുള്ളത്
തെരഞ്ഞെടുപ്പാണ് ഒരു ഭാഗത്ത്. നിലനിൽപ്പ് തന്നെ ഭീഷണിയായേക്കുമോ എന്ന ആശങ്കയിൽ SIR-ഉം വഖഫും അടക്കമുള്ള വിഷയങ്ങൾ ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് തിന്മയും തോന്നിവാസങ്ങളും നിറഞ്ഞാടുകയാണ്. എവിടെയും ഒരു സമാധാനം എന്ന് പറയാവുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ആളുകൾ തമ്മിൽ അടുക്കുകയല്ല, അകലുകയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കുടുംബങ്ങൾ തകരുകയാണ്. മക്കളെപ്പോലും കയ്യിൽ കിട്ടാത്ത സാഹചര്യമാണ് പലപ്പോഴും പലരും ഇന്ന് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധയും താൽപര്യവുമൊക്കെ ഇസ്ലാമിനെ ഇല്ലാതാക്കണം, ദീന് പൊളിക്കണം, നിരീശ്വര നിർമ്മല ചിന്തകൾ ഇവിടെ വ്യാപകമാക്കണം തുടങ്ങി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മുഴുവൻ നന്മയും ധാർമ്മികതയും ഒക്കെ അടയാളങ്ങളെ ഇല്ലാതാക്കിക്കളഞ്ഞ് ഒന്നും പറ്റാത്ത, ക്വാളിറ്റിയില്ലാത്ത, ധാർമ്മിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാത്ത, കേവലം ചണ്ടുകളായി മാറുന്ന ഒരു സമൂഹമാക്കി മാറ്റുക എന്നതാണ് പൊതുവെ എല്ലാവരും എന്ന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിൽ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിൽ കയറി നിരങ്ങി ആയുസ്സിന്റെ നല്ലൊരു ഭാഗം അതിൽ പാഴായി പോകുന്ന ആളുകൾ, യൂട്യൂബും ഇൻസ്റ്റയും FB-യും അടക്കമുള്ള വ്യത്യസ്തങ്ങളായ പേരുകൾ അറിയപ്പെടുന്നവയിൽ സമയത്തിന് നല്ലൊരു ഭാഗവും ഇന്ന് പാഴാകുന്നത് അത്തരം പ്ലാറ്റ്ഫോമുകളിലാണ്. പരസ്പരം കാണാനും സംസാരിക്കാനും പോലും കഴിയാത്ത വിധം എല്ലാവരും തിരക്കിലാണ്. ഒരു റൂമിൽ 4 ആൾ ഒന്നിച്ചിരിക്കുമ്പോഴും 4 ഫോണുമായിരുന്ന് ആർക്കും ആരോടും ഒന്നും പറയാൻ കഴിയാത്ത, ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരുന്നാൽ പോലും 4 പേർ 4 ഭാഗത്താണ്, 4 ലോകത്താണ് അവർ കഴിഞ്ഞുകൂടുന്നു എന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എല്ലാ വഴിക്കും ഫിത്നകൾ മേൽക്കുമേലെ വന്ന് ഇവയ്ക്കിടയിൽ ദീനപ്രകാരം ജീവിക്കണമെന്നതായി തീരുമാനിച്ചാൽ പോലും അതിന് കഴിയാത്ത, സാഹചര്യമില്ലാത്ത, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന് വേണ്ടിയാണ് നെട്ടോട്ടങ്ങൾ മുഴുവനും. സമ്പത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പണത്തിനു വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, തന്റെ സ്വാർത്ഥമായ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെപ്പോലും തള്ളിക്കളയുന്നവർ, മക്കളെപ്പോലും വേണ്ടെന്ന് വെക്കുന്നവർ, തിന്മയിലും തോന്നിവാസങ്ങളിലും മുഴുകി ജീവിതത്തെ അങ്ങനെ കേവലം ആസ്വാദനമാക്കി മാറ്റുന്നവർ, അവസാനമെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ കരകയറാൻ കഴിയാത്ത വിധം വല്ലാത്തൊരു പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് മാറിയ അവസ്ഥകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ ഒരു വചനത്തിന്റെ പൂർത്തീകരണമാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. ഇമാം അഹ്മദും ഇമാം തിർമിദിയും മറ്റും ഉദ്ധരിക്കുന്ന വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, നാസി സമാൻ, ഒരു കാലഘട്ടം വരാൻ ഉണ്ട് ജനങ്ങൾക്ക്. വഹ്യു പ്രകാരം, പടച്ച റബ്ബിൽ നിന്നുള്ള ദിവ്യബോധനപ്രകാരം നബി തങ്ങൾ പറഞ്ഞ വചനമാണ്. നാസി സമാൻ, ആളുകൾക്കൊരു കാലം വരാനുണ്ട്. അൽ ഖാബിദു അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജംർ എന്നാണ് ഇമാം തിർമിദിയുടെ റിപ്പോർട്ടിലുള്ളത്. ദീന് മുറുകെ പിടിക്കുന്ന ആൾ ഒരു തീക്കനലിൽ പിടിക്കുന്നവനെ പോലെ ആയിരിക്കുമെന്നാണ് ആ ഹദീസിന്റെ ആശയം. ഇമാം സഅദി റഹിമഹുല്ല ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഈ ഹദീസിൽ 2 കാര്യമുണ്ട്. ഒന്ന്, വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റിയുള്ള ഒരു അറിയിപ്പ് നബി തങ്ങൾ നൽകുന്നു. 2, അത്തരം ഘട്ടത്തിലെല്ലാം സ്വീകരിക്കേണ്ടുന്ന നിലപാട് എന്താണ് എന്ന് ഉമ്മത്തിന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അഥവാ ഈ ഉമ്മത്തിന് ഒരു ഇർഷാദാണ്, മാർഗദർശനമാണ്.
അയ്യുവത്തിനു അൻഫുസഹും അലാ ഹാദിഹിൽ ഹാല. ഈ സാഹചര്യങ്ങൾ വന്നാലും ഈ പ്രതികൂലമായ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അവിടെയൊക്കെ അവർ അനിവാര്യമായി അറിയേണ്ടുന്ന, തങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കടമ്പകളെ കടന്നു പോവുകയും തങ്ങളുടെ ദീന് മുറുകെ പിടിക്കാൻ അങ്ങേ അറ്റത്തെ ശ്രദ്ധ വിശ്വാസികൾക്കുണ്ടാകണമെന്നും അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നവൻ ഫഇന്നലഹു ഇൻദല്ലാഹി അഅ്ല ദറജാത്ത്, പടച്ചറബിന്റെ പക്കൽ ഉന്നതമായ സ്ഥാനമുണ്ടവന്. വസയുഈനുഹു മൗലാഹു അലാ മാ യുഹിബ്ബുഹു വയർളാ, അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് സഹായം ചെയ്തു കൊടുക്കുമെന്ന ഒരു മാർഗദർശനം കൂടി ഈ ഹദീസിലുണ്ട് എന്നാണ്. എന്ന് ഇമാം സഈദ് റഹിമഹുല്ലാഹ് പറയുന്നു. ഈ ഹദീസ് ഇന്നത്തെ സാഹചര്യത്തിൽ എത്രമാത്രം അനുയോജ്യമാണ് എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. കാരണം ഫഇന്നഹു മാ ബഖിയ ബിൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഇത് ഇസ്ലാമിന്റെ പേരല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. പേര് കേട്ട വലിയ മുസ്ലിമാണ്, പേരുകൊണ്ട് മുസ്ലിമാണ്, പക്ഷേ ആ പേര് മാത്രമാണ് ബാക്കിയുള്ളത്. വലാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, വിശുദ്ധ ഖുർആന്റെ ആ എഴുത്തല്ലാതെ, ലിപിയല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. ആശയങ്ങൾ ആളുകളെ കൽബിൽ അവശേഷിക്കുന്നില്ല. ഖുർആന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അതടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സംവിധാനം കാണുന്നില്ല. ഈമാനുൻ ദഈഫ് വഖുലൂബുൻ മുതഫർരിഖ, ദുർബലമായ ഈമാനാണ് കാണാൻ സാധിക്കുന്നത്. പരസ്പരം ചിന്നിച്ചിതറിയ ചിന്ന ഭിന്നമായ മനസ്സുകളാണ് ആളുകൾക്കുള്ളത്. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ചിന്നിച്ചിതറി ഭിന്നിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചും പരിഹസിച്ചും കഴിഞ്ഞുകൂടുന്ന സാഹചര്യമാണ് ആളുകളിൽ കാണാൻ സാധിക്കുന്നത്. മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ പോലും പരസ്പരം അകറ്റുന്ന വിദ്വേഷവും പരസ്പരമുള്ള പകയുമാണ് വ്യാപകമായി കാണുന്നത്. പ്രത്യക്ഷവും പരോക്ഷവുമായ ശത്രുക്കളാണ് ഇന്നെല്ലാ രംഗത്തും ഉള്ളത്. ഉള്ളിൽ നിന്നുള്ള ശത്രുക്കളും പുറത്തു നിന്നുള്ള ശത്രുക്കളും നേർക്കുന്ന ശത്രുത പ്രഖ്യാപിച്ച് ഉന്മൂലനാശം ചെയ്യാൻ എല്ലാ വമ്പും എല്ലാ അധികാരവും ഉപയോഗിക്കുന്ന ആളുകൾ ഒരു ഭാഗത്താണെങ്കിൽ, ഉള്ളിൽ നിന്ന് സ്വകാര്യമായി മനുഷ്യന്റെ വിശ്വാസം തകർത്ത് അവന്റെ ധാർമ്മികതയെ തകർത്ത് ഇല്ലാതാക്കുന്ന ശത്രുക്കളാണ് മറുഭാഗത്തുള്ളത്. യഅമലൂന സിർറൻ വഅലൻ അലൽ ഖലാഇ ദീൻ, ദീൻ തകർക്കാൻ വേണ്ടി പ്രത്യക്ഷമായും പരോക്ഷമായും പരിശ്രമിക്കുന്ന രീതിയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് എന്നാണ്. എന്നാൽ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഈ ഹദീസിന്റെ പൂർത്തീകരണം അന്നും ഉണ്ടാകും. അൽ ഖാബിൽ അൽ ദീൻ, ദീന് മുറുകെ പിടിക്കുന്ന ഒരു സംഘം ആളുകൾ ഉണ്ടാകുമെന്നും അവർ തീക്കനൽ കയ്യിൽ പിടിക്കുന്ന പോലെയായിരിക്കുമെന്നുമാണ് ആ ഹദീസിന്റെ ആശയം. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അതിനൊക്കെ ഇടയിൽ അല്ലാഹുവിന്റെ ദീന് ജീവിതത്തിൽ പാലിക്കണമെന്ന്, അത് നാട്ടിൽ നിന്ന് കുറ്റിയെത്തി പോകാൻ പാടില്ല എന്ന് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പരിശ്രമിക്കുന്ന തുച്ഛം ആളുകളെങ്കിലും ഉണ്ടാകുമെന്നാണ് ഈ ഹദീസിന്റെ ആശയം. മറ്റു ഹദീസിൽ നബിതങ്ങളത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. ലാ തസാലു ത്വാഇഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് എന്നാണ്. എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ, ഒരു സംഘം ആളുകൾ സഹായിക്കാനായി നിലകൊള്ളുക തന്നെ ചെയ്യും. ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, ആരൊക്കെ അവരെ കൈയൊഴിഞ്ഞാലും ശരി, ആരൊക്കെ അവർക്കെതിരായി പ്രതിപ്രവർത്തനങ്ങൾ ചെയ്താലും ശരി, അതൊന്നും അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കാത്ത വിധം അവരാ വഴിയിൽ നിലകൊള്ളുക തന്നെ ചെയ്യും. ഹത്താ യഅതി അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ എന്നാണ് ആ ഹദീസിന്റെ ആശയം. ഒരു ത്വായിഫത്തുണ്ടാകുമെന്നാണ്. ആ ത്വായിഫത്തിന്റെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്തേക്കാം. എല്ലാ കാലത്തും ഒരുപോലെയാകണമെന്നില്ല, എല്ലാ നാട്ടിലും എല്ലാ തലമുറയിലും ഒരുപോലെയാകണമെന്നില്ല. അത് മാറി 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 വന്നുകൊണ്ടേയിരിക്കും. എന്നാലും ശരി, ഒരു ത്വായിഫത്തുണ്ടാകുമെന്നാണ് ആ ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച ഹദീസ് വിശദമായി ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെ നബി തങ്ങൾ പറഞ്ഞു, വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ, അടുത്തു വരാനുള്ള ഒരു ശർറ് വരാനുണ്ട്, ആ ശർറ് വലിയ നാശമാണ്, വിലക്കുക എന്ന് പറഞ്ഞ ശേഷം നബി തങ്ങൾ പറഞ്ഞു, ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിമി, ഇരുട്ടാർന്ന രാത്രിയുടെ ഒരു കഷ്ണം കണക്കെ ഫിത്തനകൾ വരാനുണ്ട് മനുഷ്യർക്ക് എന്നാണ്. ഇരുട്ട് മൂടി വന്നാൽ
ഒന്നാകെ വെളിച്ചം നഷ്ടപ്പെടുകയാണല്ലോ, മുഴുവൻ അന്ധകാരമായി മാറുകയാണല്ലോ. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത, ഒന്നും കാണാൻ കഴിയാത്ത വിധം ഇരുട്ട് വന്ന് മൂടുന്നത് പോലെ ഫിത്നകൾ വന്ന് മൂടുന്ന സാഹചര്യം വരാനുണ്ട് എന്നാണ് ശേഷനബി തങ്ങൾ പറഞ്ഞു. യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ. ചില ആളുകൾ പുലരുമ്പോൾ മുഅ്മിനായിരിക്കും, വൈകുന്നേരമാകുമ്പോഴേക്ക് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടാകും. യബീഉ ഖൗമുൻ ദീനഹും ബിഅർളിൻ മിനദ് ദുനിയാ ഖലീൽ. തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി ദീൻ കച്ചവടം ചെയ്യുമെന്നാണ്. ഇന്നലെ വരെ ദീനപ്രകാരം ജീവിച്ച ആളുകൾ എല്ലാം കൈയൊഴിഞ്ഞ്, എല്ലാം വിളിച്ചറിഞ്ഞ് മറ്റുപല വഴിയിലേക്കും പോയി. എന്ത് ചില രാഷ്ട്രീയമായ നേട്ടങ്ങൾ, ദുന്യവിയായ ചില താല്പര്യങ്ങൾ, നിലപാടുകൾക്കൊന്നും പ്രസക്തിയില്ല. പാർട്ടികളും വ്യക്തികളുമൊക്കെ നിലപാടുകൾ കൈയൊഴിയുകയാണ്. താൽക്കാലികമായ ലാഭമാണ് എല്ലാവർക്കും ആവശ്യം, താൽക്കാലികമായ വിജയമാണ് എല്ലാവർക്കും താല്പര്യം. അതിനപ്പുറത്ത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളായി, ചില നിലപാടുകളായി പഴയ കാലങ്ങളിൽ ചില പാർട്ടികൾ അന്നൊക്കെ കാത്തു സൂക്ഷിച്ചു പോകുന്നുവെങ്കിൽ ഇന്ന് അതിനൊന്നും വിലയില്ലാതായി പോയി. എല്ലാ സമവാക്യങ്ങളും മാറി മറിഞ്ഞു പോകുന്ന, താൽക്കാലികമായ നേട്ടങ്ങൾക്ക് മാത്രം പ്രാമുഖ്യം നൽകുന്ന തലത്തിലേക്ക് വ്യക്തികളും സംഘങ്ങളുമെല്ലാം മാറിപ്പോവുകയാണ്. ദീൻ എന്ന് വിഷയമല്ല, ദീൻ കച്ചവടം ചെയ്യുകയാണ്. യബീഉ ദീനഹും, ദീനവ വിൽക്കുകയാണ്. ദുന്യവിയായ തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി ദീനവർ വിൽക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. മുതമസ്സികു യൗമഇദിൻ ബിദീനിഹി. അത്തരമൊരു കാലഘട്ടം വന്നാൽ, അത്തരം ഫിത്നകളുടെ ഒരു സാഹചര്യം വന്നാൽ, അന്ന് ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾ കൽ ഖാബിലി അലൽ ജംരി, ഒരു തീക്കനലിൽ പിടിക്കുന്നവനെ പോലെ ആയിരിക്കുമെന്നാണ്. ദീനുപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചാൽ പോലും കഴിയില്ല. കുടുംബത്തിൽ ഒറ്റപ്പെടുന്നു, നാട്ടിലൊറ്റപ്പെടുന്നു, സമൂഹത്തിൽ ഒന്നിലും ഭാഗവാക്കാവാൻ കഴിയാത്ത വിധം അവൻ തീക്കട്ട കൈയിൽ പിടിച്ചു നിൽക്കുന്നവനെ പോലെ നിൽക്കാനും കഴിയാത്ത ഒരു സാഹചര്യമാണ് അത്തരം ആളുകൾക്കുണ്ടാവുക എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ എന്നാണ്. ഒരു കാലഘട്ടം വരാനുണ്ട്, അന്ന് ദീനിൽ ക്ഷമ കൊള്ളുന്ന ആളുകൾ, ദീനപ്രകാരം ക്ഷമിച്ചുകൂടാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർ തീക്കണിൽ പിടിച്ചവനെ പോലെയായിരിക്കുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അത്രയേറെ ഫിത്നകൾ, ഫസാദുകൾ, അതേപോലെ നന്മയുടെ സഹായികൾ എല്ലാം കുറഞ്ഞു ഇല്ലാതായി പോകും. അത് ദീന് മുറുകെ പിടിക്കുന്നവൻ, അൽ മുതമസ്സികു ബിദ്ദീനി വൽ മുത്തബിഇ സുന്നത്തി, ദീന് മുറുകെ പിടിക്കുന്ന ആള്, സുന്നത്തിനെ പിൻപറ്റുന്ന ആള്, അവരൊക്കെ കൽ ഖാബിനി അലൽ ജംർ, ഒരു തീക്കണിൽ പിടിച്ചവനെ പോലെയാകുമെന്നാണ് ഹദീസിന്റെ ആശയമെന്നാണ്. അത് അതേപടി പ്രാവർത്തികമാക്കുന്ന, പുലരുന്ന ഒരു ഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. ഇതാർക്കും ദീൻ ആവശ്യമില്ല, എല്ലാം ബലി കഴിക്കുകയാണ്. അതൊക്കെ അങ്ങനെ നോക്കിയാൽ പറ്റോ, അതൊക്കെ പറയാൻ കഴിയുമോ, ഇക്കാലത്ത് അതൊക്കെ നടക്കുമോ എന്ന് പറഞ്ഞ് ദീനൊക്കെ തൽക്കാലം മാറ്റിവെച്ച് എല്ലാ മൂല്യങ്ങളെയും തകർത്തെറിയുന്ന, ആണും പെണ്ണും കൂത്താടുന്ന സംവിധാനങ്ങൾ, നാട് മുഴുവൻ വലിയ വലിയ കട്ടൗട്ടുകൾ, മുസ്ലിം സ്ത്രീകൾ മാന്യമായ ഇസ്ലാമിക വേഷം പോലും സ്വീകരിക്കാതെ കളർഫുള്ളായ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഈ ഒരു വല്ലാതെ വേദനാജനകമായ സാഹചര്യങ്ങൾ, അത് പറയാതിരിക്കാനാവില്ല. ഒരു വിശ്വാസിക്കത് വേദനിക്കാതിരിക്കാനാവില്ല. എല്ലാ സംവിധാനവും ആവശ്യമാണ്. രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ ഭാഗവാക്കാവേണ്ടതുണ്ട്, തെരഞ്ഞെടുപ്പുകളിൽ ഭാഗവാക്കാവേണ്ടതുണ്ട്, മത്സരിക്കേണ്ട ഇടങ്ങളിൽ മത്സരിക്കേണ്ടതുണ്ട്. അതൊന്നും വേണ്ട എന്നല്ല, പക്ഷെ അവിടെയൊക്കെ പാലിക്കേണ്ട ചില മിനിമം മൂല്യങ്ങളെങ്കിലും, അടിസ്ഥാനമായ പാഠങ്ങളെങ്കിലും പാലിച്ചില്ല എങ്കിൽ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിച്ചു പോകുമ്പോൾ പിന്നെ അവിടെ പാരത്രികമായ ജീവിതത്തിൽ എന്നേക്കുമുള്ള നഷ്ടം സഹിച്ചുകൊണ്ടാണെങ്കിൽ എന്തു ലാഭമാണ് ദുനിയാവിൽ നമുക്ക് ഇതുകൊണ്ടുള്ളത്? ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഖിയാമത്ത് വരെ തുറന്നു പോയിക്കൊണ്ടേയിരിക്കും. നമ്മളതിനിടയിൽ മരിച്ചു പോകും. നമ്മൾ പോയാലും ഈ ബഹളമൊക്കെ ഇവിടെ ഉണ്ടാകും. ഇവിടെ അകത്താക്കലും പുറത്താക്കലും നാടുന്ന ബഹിഷ്കരിക്കലും എല്ലാം ഉണ്ടാകും. ഫലസ്തീൻ നമ്മൾ കണ്ടു, ലബനാൻ നമ്മൾ കണ്ടു. വ്യത്യസ്തമായ രാജ്യങ്ങൾ അനുഭവിക്കുന്ന കാഴ്ചകൾ നേർക്കാഴ്ചകളായി അതിന്റെ ലൈവ് വീഡിയോടൊക്കെ നമ്മളൊക്കെ കണ്ടവരാണ്. അതൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കാൻ ബാക്കിയുള്ളത്. അതിനപ്പുറമൊന്നും എല്ലാം സുഖമായി, സമാധാനമായി, സന്തോഷമായി, ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ലാതെ സ്വസ്ഥമായി ദീനപ്രകാരം ജീവിച്ചു പോകാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട സാഹചര്യമൊന്നുമല്ല. അതൊന്നും ഇനി പ്രതീക്ഷിക്കാനില്ല. ഖിയാമത്തിലേക്ക് അടുക്കും തോറും കൂടുതൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഫിത്നകളുമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല. അവിടെ അതിനൊക്കെ മറവിൽ അതൊക്കെ കാണുമ്പോഴേക്ക് പേടിച്ച് ബേജാറായി, എന്നാ പിന്നെ മതം വേണ്ട, ദീന് വേണ്ട, എല്ലാം ഒഴിവാക്കി, മതചിഹ്നങ്ങളെപ്പോലും ഒഴിവാക്കി എല്ലാം അവസാനിപ്പിച്ചു പോകേണ്ടവനല്ല സത്യവിശ്വാസി. തീക്കനിൽ പിടിച്ചവനെ പോലെയാണെങ്കിലും ശരി,
ആ പിടുത്തം വിടാതിരിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ഓതിവെച്ച ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതും അത് തന്നെയാണ്. മുൻകാല സമുദായങ്ങൾ, നശിപ്പിക്കപ്പെട്ട ഉമ്മത്തുകൾ, കഴിഞ്ഞകാല അമ്പിയാക്കളുടെ പ്രബോധിതരായ സമുദായങ്ങൾ, അവരൊക്കെ ഫലൗലാകാന മിനൽ ഖുറൂനി മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായ ആ തലമുറകൾ, അതിൽപ്പെട്ട ചില ഉലൂബഖിയ്യ, ചില അവശേഷിച്ച ചില നല്ല മനുഷ്യന്മാർ, ആ ഉലൂബഖിയ്യ ചില നല്ല മനുഷ്യന്മാർ, ബാക്കിയായ ശേഷിപ്പിലായ ചില ആളുകൾ, യൻഹൗന അനിൽ ഫസാദി ഫിൽ അർളി ഇല്ലാ ഖലീലൻ മിമ്മൻ അൻജൈനാ മിൻഹും, നാട്ടിൽ നടക്കുന്ന കുഴപ്പങ്ങളെ എതിർക്കുന്ന ചില ബഖിയ്യത്ത് അവിടെ ഉണ്ടായിരുന്നു. അവരാവട്ടെ ഇല്ലാ ഖലീല, തുച്ഛമാളുകളായിരുന്നുവെന്നാണ്. ആ തുച്ഛമായ പരിമിതമായ ആളുകളാണെന്ന് തിന്മക്കെതിരെ ശബ്ദിക്കാൻ, ഇത് പാടില്ലെന്ന് പറയാൻ, തെറ്റാണെന്ന് പറയാൻ ചില ഒറ്റപ്പെട്ട വ്യക്തികളെങ്കിലും അന്നുണ്ടായി. അതുകൂടി ഇല്ലായിരുന്നുവെങ്കിൽ അവർക്കൊന്നാകെ റബ്ബിന്റെ അദാബ് ബാധിക്കുമായിരുന്നുവെന്നർത്ഥം. എന്നാൽ വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ എന്നാണ് അടുത്ത ആയത്ത്. ഒരു നാട്ടിൽ ഇസ്ലാഹ് ഉണ്ടെങ്കിൽ, നന്മ കൽപ്പിക്കൽ, നന്മ പ്രവർത്തിക്കൽ നാട്ടിൽ ബാക്കിയുണ്ട് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെ നശിപ്പിക്കുകയില്ല എന്നാണ്. നമുക്കതിൽ പാഠമുണ്ട് ആ വചനങ്ങളിൽ. ആ ഉലൂബഖിയ്യത്താവാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കണം. ഉലൂബഖിയ്യ എന്ന് പറഞ്ഞ ഒരു ബഖിയ്യത്ത്, ഒരു ശേഷിച്ച സംഘം, എല്ലാവരും കൈയൊഴിഞ്ഞു പോകുമ്പോൾ, എല്ലാവരും തിന്മയിലേക്ക് പോകുമ്പോൾ, എല്ലാവരും ദുഷിച്ച വഴി തിരഞ്ഞെടുക്കുമ്പോൾ, അതിനിടയിൽ ഒരു തുരുത്തായി, ഒരു പച്ചപ്പായി ഉലൂബഖിയ്യ എന്നുള്ള വിശേഷിപ്പിച്ച ആ നന്മയുടെ ശേഷിപ്പുകാരാകുന്ന ഒരു ത്വായിഫ, അതിനാണ് ത്വായിഫത്തുൽ മൻസൂറ എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. റബ്ബിന്റെ സഹായം ലഭിക്കുന്ന ഒരു കൊച്ചു സംഘം, അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന ഒരു സംഘം എന്നൊക്കെ ഹദീസിൽ പ്രയോഗിച്ചത് കാണാൻ പറ്റും. അൽ ജമാഅ, ശരിയായ ഹക്കിന്റെ ആളുകൾ, അൽ ജമാഅ, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ എന്നൊക്കെ ഹദീസിൽ പ്രയോഗിച്ച ആ ആളുകളിൽ പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ ഒരു ബഖിയ്യത്തിൽ, ആ ത്വായിഫത്തിൽ ഞാനും ഉണ്ടാകണമെന്ന, എന്റെ ഉമ്മത്തിൽ ഒരു സംഘം ആളുകളെങ്കിലും ഹക്കിന്റെ വഴിയിൽ നിലകൊള്ളുമെന്ന് പറയുമ്പോൾ ആ വഴിയിൽ ഞാൻ ഉണ്ടാകണം. എല്ലാം ദുഷിച്ചു പോകുമ്പോ ഇപ്പൊ ഞാനായിട്ട് നന്നായിട്ടുണ്ട് എന്നല്ല, എല്ലാരും അങ്ങനെയല്ലേ, ഞാൻ മാത്രം നോക്കിയിട്ട് എന്താ കാര്യമെന്നല്ല, നാട് മൊത്തം അങ്ങനെയായി കഴിഞ്ഞു, ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നല്ല. അതിനിടയിലും നന്മയുടെ തുരുത്തായി, ഒരു പച്ചപ്പായി, ഒരു ദീനപ്രകാരം ജീവിക്കുന്ന ഒരു ചെറിയ കൊച്ചു സംഘം, ഒരു പക്ഷെ ഒരാളായിരിക്കാം, രണ്ടാളായിരിക്കാം, 10 ആളായിരിക്കാം. ആളെ എണ്ണമല്ല, എണ്ണം കൂടിയാൽ ശരിയാകണമെന്നില്ല, എണ്ണം കുറഞ്ഞാലും ശരിയാകണമെന്നില്ല, എണ്ണത്തിന് പ്രസക്തിയൊന്നുമില്ല. ഹക്കിന്റെ വഴിയാണോ അവരാണ് ഉലൂബഖിയ്യത്ത്. ആ ബഖിയ്യത്തായി നിലകൊള്ളാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ആ ഒരു വഴിയിലേക്ക് ഒന്നുകൂടെ ദീനപ്രകാരം മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള പ്രയാസമുണ്ടാകും, ത്യാഗം സഹിക്കേണ്ടി വരും, ക്ഷമ ആവശ്യം വരും. എന്നാലും ശരി, അതൊന്നും പാഴാവുകയില്ല. അതാണ് അവസാന വിജയത്തിനുള്ള മാനദണ്ഡം. അന്തിമ വിജയം വിശ്വാസികൾക്ക് തന്നെയാണ്. ആഖിബത്തു ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞ മുത്തഖീങ്ങൾക്കാണ് ആഖിബത്ത്, നല്ല പര്യവസാനമുള്ളത്. ആ നല്ല പര്യവസാനത്തിന് വേണ്ടി നാം കാത്തിരിക്കുക, പരലോകം നഷ്ടപ്പെടാതിരിക്കുക. ദുനിയാവ് അങ്ങനെ കഴിഞ്ഞു പോകും, ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനു വേണ്ടി എത്ര ഓടിയാലും എന്തൊക്കെ ചെയ്താലും അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ആയുസ് അവസാനിച്ച് ഖബറിലേക്ക് പോയാൽ നമ്മുടെ കഴിഞ്ഞു ദുനിയാവിലെ വിഹിതം. അതിനിടയിൽ പരലോകം മറക്കാതിരിക്കുക, സ്വർഗം നഷ്ടപ്പെടാതിരിക്കുക, നരകത്തെ ഭയപ്പെടുക, പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാട്ടിലെ ദീനുമായി ബന്ധപ്പെട്ട, ധാർമ്മികതയുമായി ബന്ധപ്പെട്ട എല്ലാ പോളിസികളും ഇന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഷിർക്കിന്റെ സ്ഥാനത്ത്, തൗഹീദിന്റെ സ്ഥാനത്ത് ഷിർക്കാണെന്ന് ആധിപത്യം നേടുന്നത്. സുന്നത്തുകളുടെ സ്ഥാനത്ത് ബിദ്അത്തുകളാണ് മേൽക്കോയ്മ നേടുന്നത്. ദുരാചാരങ്ങളെല്ലാം സദാചാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് തിന്മക്കും ഇന്ന് ചില നന്മയുടെ മുഖംമൂടികൾ അവതരിപ്പിക്കപ്പെടുകയാണ്. എല്ലാത്തിനും ന്യായങ്ങളാണ്. ഏത് വഴിവിട്ട ജീവിതം നയിച്ചാലും അതിനെല്ലാം ഇന്ന് ന്യായങ്ങൾ പറയുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. അവിടെ തീർച്ചയായും ദീനുപ്രകാരം ജീവിക്കുന്നവൻ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ സംശയമേതുമില്ല. ഗരീബായി മാറും. തൂബ ലിൽ ഗുറബാ എന്ന് ഹദീസിൽ കാണാം. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഗരീബ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതാവസ്ഥയിലായിരുന്നു. ഒരാൾ മുസ്ലിമായാൽ അയാൾ നാട്ടിൽ അപരിചിതനായി മാറുമെന്നാണ് ഇമാം ഷാത്തബി റഹിമഹുല്ലാഹ് ആ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിച്ചത്. അതുവരെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായവൻ, കുടുംബത്തിൽ നാട്ടിലെല്ലാം ജനകീയനായവൻ, അയാൾ ഇസ്ലാമിലേക്ക് വന്ന് മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ ഒരാളും അയാളുമായി ബന്ധം പോലുമില്ല. ബന്ധം മുറിച്ചു കളയാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും അയാളെ ഒഴിവാക്കി. നാട്ടിലെ അയാൾ ആർക്കും വേണ്ടത്തവനായി മാറി. അതുവരെ അല്ലമീനായ നബിതങ്ങൾ അതോടുകൂടി പിന്നെ ഭ്രാന്തനാണ്, കവിയാണ്, മായാജാലക്കാരനാണ്, അധികാരമോഹിയാണ്, സാമ്പത്തിക താല്പര്യക്കാരനാണ്, ജ്യോത്സ്യനാണ് തുടങ്ങി ഇനി പറയാത്ത ആക്ഷേപങ്ങൾ ഒന്നുമില്ല. ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ആരംഭിച്ചത് ഗരീബായ അവസ്ഥയിലാണ്, അപരിചിതാവസ്ഥയിലാണ് എന്നാണ്. ഇന്നലെ വരെ നാട്ടിൽ നിറഞ്ഞു നിന്നവൻ അയാൾ മുസ്ലിമായി കേട്ടാ പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും അയാളുമായി ബന്ധം മുറിച്ചു കളഞ്ഞു. പിന്നെ ഒരിടപാടുമില്ല. അയാൾ ഏതോ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരു അപരിചിതനായ ആളെപ്പോലെ. അങ്ങാടിയിലേക്ക് എറിഞ്ഞാൽ ആർക്കും പഴയ സന്തോഷമില്ല, ആരും പഴയ പോലെ സ്വീകരിക്കുന്നില്ല, ആരും പുഞ്ചരിക്കുന്നില്ല. എല്ലാവരും ഇയാൾ എന്തോ ഒരു വലിയൊരു പ്രസിദ്ധപ്പെട്ട ആളെപ്പോലെ, വഴിവെച്ചു പോയവനെ പോലെയാണ് കണക്കാക്കുന്നത്. അതേ അവസ്ഥയിൽ തിരിച്ചു വരും, ആവർത്തിക്കുമെന്നാണ് ഹദീസിന്റെ ആശയം. അന്ന് അങ്ങനെ ആയിരുന്നു. ദാറുൻ നദവിൽ കൂടിയ കാലഘട്ടമുണ്ടായിട്ടുണ്ട്. ആർക്കും അറിയില്ല നബി എവിടെയാണ് എന്ന്. മുസ്ലിമായ പുറത്തു പറയാൻ കഴിയില്ല. പുറത്തു പറഞ്ഞാൽ ആക്ഷേപങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളുമാണ് അവർ കേൾക്കേണ്ടി വരിക. സ്വകാര്യമായി ആരും അറിയാതെ കൊണ്ടുപോയി നബിയെ കൊണ്ടുപോയി കാണിപ്പിച്ച് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിച്ച സമയമുണ്ടായിട്ടുണ്ട്. ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ഗരീബായിക്കൊണ്ടാണ് ആരംഭിച്ചത്. വസയഊദു കമാ ബദഅ ഗരീബ, ആ ആരംഭിച്ച പോലെ തന്നെ ഇനിയും ആ ഗറാബത്ത് അത് ആവർത്തിച്ചൊരു യഊദു എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുമെന്നാണ്. വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കുമെന്നർത്ഥം. ആ ഗറാബത്ത് വരും, അപരിചിതാവസ്ഥ വരും. ദീനുപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചാൽ അയാൾ പിന്നെ നാട്ടിൽ ഗരീബായി മാറും. സ്വന്തം വീട്ടിലയാള് ഗരീബായി മാറും. എല്ലാവർക്കും അയാൾ ശല്യക്കാരനായി മാറും. അയാൾ ഒന്നിനും കിട്ടൂല, അയാൾ ഒന്നിനും പറ്റൂല, അയാൾ എവിടെയും കൂടൂല, എല്ലാത്തിനും അയാൾ മാറി നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞ് എവിടെയും അയാൾ വല്ലാത്ത ഒറ്റപ്പെട്ടവനായി മാറുന്നു. ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും അയാളെയാണ് എല്ലാവർക്കും പ്രശ്നം. അയാൾ മിണ്ടിയ പ്രശ്നമാണ്, അയാൾ പറഞ്ഞ പ്രശ്നമാണ്. അയാൾ എവിടെയും അയാൾ പറ്റാത്തവനായി മാറുന്നു. വസയഊദു കമാ ബദഅ ഗരീബ എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഫതൂബാ ലിൽ ഗുറബാ, ആ അപരിചിതരായി മാറുന്ന ആളുകൾക്ക് മംഗളാശംസകൾ എന്നാണ്, അവർക്ക് മോദനമെന്നാണ്, അഭിനന്ദനമെന്നാണ്. നാട്ടിൽ ഒറ്റപ്പെട്ടവരാകട്ടെ, ദുനിയാവിൽ അവര് അങ്ങനെ ഒറ്റപ്പെടുത്തപ്പെടട്ടെ, പക്ഷേ അവർക്കാണ് മംഗളാശംസയുള്ളത്. അവരാണ് ഇസ്ലാഹിന്റെ ആളുകൾ. ആളുകൾ ഫസാദ് ഉണ്ടാക്കുമ്പോൾ ആ ഫസാദുകളിൽ സുൽഹുണ്ടാക്കുന്ന, ഇസ്ലാഹുണ്ടാക്കുന്ന, നന്നാക്കി തീർക്കുന്ന ആളുകൾ. ഹറാമിലേക്ക് പോകുമ്പോൾ ഇത് ഹറാമാണെന്ന് വിളിച്ചു പറയുന്ന ആളുകൾ. ഒരുപക്ഷെ ബാക്കി എല്ലാവരും ഹറാമിന്റെ പിന്നാലെയായിരിക്കും. അവർ ഒറ്റപ്പെട്ട ശബ്ദമായി ഇത് പാടില്ലെന്ന് പറയാൻ ആളുകൾ ഉണ്ടാകും. ആളുകൾ അവരെ സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, ആള് കൈയൊഴിയും. അവരെല്ലാ അർത്ഥത്തും അവർക്കെതിരായുള്ള പ്രതിപ്രവർത്തനങ്ങൾ ചെയ്യും. ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, ആരൊക്കെ കൈയൊഴിഞ്ഞാലും അവർക്കത് പ്രശ്നമല്ല. ആരൊക്കെ അവർക്കെതിരായി പ്രതിപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാലും അവർക്കത് പ്രശ്നമല്ല. അവരാ ഹക്കിന്റെ വഴിയിൽ നിലകൊള്ളുക തന്നെ ചെയ്യും. അത്തരം ആളുകൾക്ക് മംഗളാശംസകൾ എന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിൽ ആ മംഗളാശംസകൾ സഹോദരങ്ങളെ നമുക്ക് ലഭിക്കണം. അതിന് നമ്മൾ അർഹരായി മാറണം. ആരംഗീകരിക്കുന്നു നോക്കേണ്ടതില്ല, എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ നോക്കേണ്ടതില്ല. എല്ലാവർക്കും തൃപ്തിപ്പെട്ടവരായി ജീവിക്കാൻ ദുനിയാവിൽ സാധ്യവുമല്ല. അതുകൊണ്ട് എല്ലാവരും തൃപ്തി നോക്കി നാട്ടുകാരെന്താ പറയാം,
മഹല്ല് കമ്മിറ്റി എന്താ പറയാ, ഉസ്താദുമാരെന്താ പറയാ, കുടുംബങ്ങൾ എന്താ പറയാ, അവിടെ ഞാൻ ഒറ്റപ്പെടുമോ ഇവിടെ ഒറ്റപ്പെടുമോ എന്നൊക്കെ നോക്കി അവസാനം അള്ളാന്റെ കോപം നേടാൻ അത് വാങ്ങാൻ തീരുമാനിച്ചു പോയാൽ രക്ഷപ്പെടാൻ കഴിയില്ല. നേരെ മറിച്ച് ആര് കൈയൊഴിഞ്ഞാലും വേണ്ടില്ല, എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബിയല്ലാ, എനിക്ക് അല്ലാ മതി. ആ റബ്ബിന്റെ തൃപ്തിയാണ് എനിക്ക് ആവശ്യം, റബ്ബിന്റെ പ്രീതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ വഴിയിൽ ആരെന്നെ കൈയൊഴിഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് എനിക്ക് ആ പറഞ്ഞ തൂബ, നബിതങ്ങൾ പറഞ്ഞ മംഗളാശംസകൾ, അഭിനന്ദനങ്ങൾ, ആശീർവാദങ്ങൾ എന്ന് പറഞ്ഞ ആ മംഗളാശംസയാണ് നമുക്ക് ലഭിക്കേണ്ടത്. ആ ഒറാബത്തിനെ, അപരിചിതാവസ്ഥയെ ഏറ്റെടുക്കാൻ തയ്യാറായി പടച്ച റബ്ബിന്റെ ദീനു പ്രകാരം ജീവിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും, അത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക്, കുടുംബത്തെ കൂടെ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ആശ്വാസമാണ്, നാലാളൊപ്പം കൂടി കിട്ടിയാൽ അൽഹംദുലില്ലാഹ് അത്രയും ആശ്വാസമാണ്. അതൊന്നുമില്ലെങ്കിലും ശരി, അവിടെ ഒറ്റപ്പെട്ടവരായും നമുക്ക് എന്നാലും വേണ്ടില്ല ആർക്ക് ജീവിക്കാൻ തയ്യാറാവുക. സുൽത്താൻ സൗദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഞങ്ങൾ ജീവിച്ച കാലഘട്ടം അഹ്ലുസുന്ന വളരെ തുച്ഛമായ പോയ സമയമായിരുന്നു. അന്ന് ഷിയാക്കളും ഖവാരിജുകളും മുഅ്തസിലിയാക്കളും ഖദരികളും ജബരികളും ജഹ്മികളും ജഅദികളും അടക്കമുള്ള എല്ലാ പിഴച്ച സംഘങ്ങളുമാണ് നാട്ടിൽ മേൽക്കോയ്മയുള്ളവർ. ഭരണം മുഅ്തസിലിയാക്കൾക്കാണ്, ഗവൺമെന്റ് മുഅ്തസിലി ഗവൺമെന്റാണ്. അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾക്ക് ഒരു ആനുകൂല്യവുമില്ല. അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾ ദിനേന എന്നോണം എണ്ണം കുറഞ്ഞു വന്ന് ഒറ്റപ്പെട്ട ആളുകളിൽ മാത്രം അഹ്ലുസുന്ന പരിമിതമായ സമയമുണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറയാണ്, ഈ ഭൂമിയുടെ കിഴക്ക് ഭാഗത്താണെങ്കിൽ ആ ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾ ഉണ്ട് എന്ന് നീ കേട്ടാൽ നീയാൾക്ക് സലാം പറഞ്ഞയക്കണം. കാരണം അത്രയും ഇന്ന് അഹ്ലുസുന്ന തുച്ഛമാകുന്നുവെന്ന് ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾക്ക് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അല്ലാഹുവിന്റെ ദീൻ ഞാൻ പഠിച്ചു വന്നപ്പോൾ, നാട്ടിലേക്ക് എത്തിയപ്പോ നാട്ടിൽ കാണുന്നതല്ല ഞാൻ പഠിച്ചതൊന്നും. നാട്ടിൽ പള്ളിയുണ്ട്, മദ്രസയുണ്ട്, ദീനീ സ്ഥാപനമുണ്ട്, പക്ഷേ അവിടെ നിന്നും കാണുന്ന കാഴ്ചകൾ ഞാൻ കിതാബിൽ പഠിച്ചതല്ല, അല്ലാഹു റസൂലും പഠിപ്പിച്ച ദീനല്ല നാട്ടിൽ കാണുന്നത്. ഞാൻ ആകെ പരിഭ്രമിച്ച് എന്ത് ചെയ്യും? പഠിച്ചത് പ്രകാരം പറയണമോ അതല്ല നാട്ടുകാരെ കൂടെ അവർക്കൊപ്പിച്ച് നിൽക്കണമോ എന്ന് ദിവസങ്ങളോളം ഞാൻ സംശയിച്ചു. അവസാനം എനിക്ക് മനസ്സിലായി, എല്ലാവരും തൃപ്തിപ്പെട്ടാലും പടച്ച റബ്ബിന്റെ വെറുപ്പുണ്ടെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ല. അല്ലാഹുവിന്റെ തൃപ്തിയുണ്ടെങ്കിൽ എല്ലാവരും വെറുത്താലും എനിക്കത് പ്രശ്നവുമല്ല. അങ്ങനെ ഞാൻ പഠിച്ച കാര്യം നാട്ടിൽ വിളിച്ചു പറയാൻ തീരുമാനിച്ചു. ആ തീരുമാനമെടുത്ത് ഞാൻ അങ്ങ് ഇറങ്ങിയപ്പോൾ ഖിയാമത്തി എന്നാണ്, എന്റെ ഖിയാമത്ത് സംഭവിച്ചുവെന്നാണ്. ആ രൂപത്തിലുള്ള പീഡനങ്ങളാണ് എനിക്കുണ്ടായത്. ഞാനവിടെ ഏതോ നാട്ടിൽ നിന്ന് താമസിക്കുന്ന ഒരു ഒരീബായുവിനെ പോലെ മാറി, ആരും പരിചയമില്ലാത്ത പോലെ. ഇന്നലെ വരെ അടുത്തിടപഴകിയവർ ഇന്ന് കാണുമ്പോൾ തിരിഞ്ഞു പോവുകയാണ്. സലാം പറഞ്ഞാൽ പോലും മടക്കാൻ തയ്യാറാകുന്നില്ല. എവിടെയും എനിക്ക് സ്വീകാര്യതയില്ല. ഈ ഹദീസ് ഞാൻ ഓർത്തുവെന്ന് അദ്ദേഹം പറയാം. എന്ന ഹദീസിന്റെ പൂർത്തീകരണം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുവെന്ന് 8-ാം നൂറ്റാണ്ടിൽ ഇമാം അബൂ ഇസ്ഹാഖ് ശാത്തിബി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വസയഊദു, അത് ആവർത്തിച്ചു വരുമെന്നാണ്. അത് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവിടെ ഉറബായി മാറാൻ പടച്ച റബ്ബിൽ നിന്നുള്ള മംഗളാശംസകൾ ലഭിക്കുന്ന, പാരത്രികമായ മോക്ഷം ലഭിക്കുന്ന, സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാർ പെടാൻ കഴിഞ്ഞാൽ അതാണ് വിജയം, അല്ലാത്തൊന്നും വിജയമല്ല. അതുകൊണ്ട് ഇത്തരം ഈ പ്രയാസങ്ങൾ നിറഞ്ഞ, ഫിത്നകൾ നിറഞ്ഞ, പ്രതിസന്ധികളും തിന്മയും തോന്നിവാസങ്ങൾ നിറഞ്ഞ ഈ ഒരു കുത്തൊഴുക്കിനിടയിൽ, ഈ തിന്മകളുടെ പ്രവാഹങ്ങൾക്കിടയിലും നന്മയുടെ കൈത്തിരിയായും നന്മയുടെ ചെറിയ തുരുത്തായി മാറാൻ നമ്മൾ സ്വയം തീരുമാനമെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മയുടെ കൂടെ സഞ്ചരിക്കാൻ, നന്മയുടെ വാഹകരാകാനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. തിന്മകൾക്കിടയിലും നന്മയുടെ ആളുകളായി മാറുന്ന ആ ഉറബാക്കളിൽ, ആ ത്വായിഫയിൽ ഉൾപ്പെടാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.